ഹേ അപ്പൊ എല്ലാവർക്കും ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് നിതിൻ കുമാർ. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. നമ്മുടെ പേപ്പർ 5-ലെ ഫസ്റ്റ് ഇയർ DHIC പേപ്പർ 5-ലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കോൺട്രാസെപ്ഷൻ അല്ലെങ്കിൽ ഡിഫറന്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ വർഷവും ചോദ്യപേപ്പറിലെ സ്ഥിര സാന്നിധ്യമായ ഒരു SI ക്വസ്റ്റ്യൻ ആണ്. 15 മാർക്കിന്റെയും 5 മാർക്കിന്റെയും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് എന്ന് പറയുന്നത് കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്കത് പഠിക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? എല്ലാരും റെഡി അല്ലേ? സെറ്റാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കോൺട്രാസെപ്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി കോൺട്രാസെപ്ഷൻ മീൻസ് പ്രിവെന്റിങ് ദ യൂണിയൻ ഓഫ് സ്പേം ആൻഡ് ഓവം. സ്പേമും ഓവവും തമ്മിലുള്ള കണ്ടുമുട്ടൽ അല്ലെങ്കിൽ ഒത്തുചേരൽ, യൂണിയൻ പ്രിവെന്റ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണെന്ത്? കോൺട്രാസെപ്ഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിലോ സപ്രസിങ് ഓവുലേഷൻ. ഓവുലേഷൻ സപ്രസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? കോൺട്രാസെപ്ഷൻ എന്ന് വിളിക്കാം. അല്ലെങ്കിലോ ഇന്റർഫിയറിംഗ് വിത്ത് ദ ഇംപ്ലാന്റേഷൻ ഓഫ് ദ ഫെർട്ടിലൈസ്ഡ് ഓവം ഇൻ ദ യൂട്രസ്. അതായത് ആ ഫെർട്ടിലൈസ്ഡ് ഓവം യൂട്രസിനകത്ത് ഇംപ്ലാന്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? കോൺട്രാസെപ്ഷൻ എന്ന് വിളിക്കാം. അപ്പൊ കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രാസെപ്ഷൻ മീൻസ് പ്രിവെന്റിംഗ് ദ യൂണിയൻ ഓഫ് സ്പേം ആൻഡ് ഓവം, അല്ലെങ്കിലോ സപ്രസിംഗ് ഓവുലേഷൻ, അല്ലെങ്കിലോ ഇന്റർഫിയറിംഗ് വിത്ത് ഇംപ്ലാന്റേഷൻ ഓഫ് ദ ഫെർട്ടിലൈസ്ഡ് ഓവം ഇൻ ദ യൂട്രസ്. അപ്പൊ കോൺട്രാസെപ്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രിവെന്റിംഗ് ഓഫ് ദ യൂണിയൻ ഓഫ് ദ സ്പേം ആൻഡ് ഓവം. സ്പേമും ഓവം തമ്മിലുള്ള യൂണിയൻ പ്രിവെന്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? കോൺട്രാസെപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ആർക്കെങ്കിലും അറിയാവോ? ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം? നോക്കിയാലോ ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സേഫ് ആയിരിക്കണം. അതായത് അതേപോലെ എഫക്റ്റീവ് ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, റിവേഴ്സിബിൾ ആയിരിക്കണം, ചീപ്പ് ആയിരിക്കണം, ഫ്രീ ഫ്രം സൈഡ് എഫക്ട്സ് ആയിരിക്കണം. ഒരു എഫക്റ്റീവ് കോൺട്രാസെപ്റ്റീവിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം? ഒന്നാമത്തെ കാര്യം സേഫ് ആയിരിക്കണം, യൂസ് ചെയ്യാൻ സേഫ് ആയിരിക്കണം. രണ്ടാമത് എഫക്റ്റീവ് ആയിരിക്കണം, ഉപയോഗിക്കുന്നുണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം, അല്ലെങ്കിൽ അത് എഫക്റ്റീവ് ആയിരിക്കണം. നമ്മൾ എന്തിനു വേണ്ടിയാണ് കോൺട്രാസെപ്ഷൻ യൂസ് ചെയ്യുന്നത്? ഈ ഓവവും സ്പേമും തമ്മിലുള്ള യൂണിയൻ അല്ലെങ്കിൽ അതിന്റെ ഇംപ്ലാന്റേഷൻ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ ഓവുലേഷൻ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പം അതൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം. മൂന്നാമത്തെ സാധനം കണ്ടോ, ഈസിലി അവൈലബിൾ ആയിരിക്കണം, ഈസി ആയിട്ട് നമുക്ക് അവൈലബിലിറ്റി ഉള്ള സാധനമായിരിക്കണം. നാലാമത്തെ നോക്കിയാൽ റിവേഴ്സിബിൾ ആയിരിക്കണം. അതായത് നമ്മളൊരു കോൺട്രാസെപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തിരിച്ച് ആ ഒരു മെത്തേഡ് റിവേഴ്സ് ചെയ്യാൻ പറ്റണം. അതായത് ആ സ്പേമും ഓവും തമ്മിൽ പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ള സമയത്ത് അത് വീണ്ടും എന്ത് ചെയ്യണം? യൂണിയൻ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അത് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റണം. ഫെർട്ടിലൈസ്ഡ് ഓവം, അല്ലെങ്കിൽ ഓവുലേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അതാണ് റിവേഴ്സിബിൾ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കിയേ, ചീപ്പ് ആയിരിക്കണം, വളരെ വിലക്കുറവിൽ കിട്ടണം. ലാസ്റ്റ് ആണ് നോക്കിയേ, ഫ്രീ ഫ്രം സൈഡ് എഫക്റ്റ്. സൈഡ് എഫക്റ്റിൽ നിന്ന് എന്തുണ്ടായിരിക്കണം? സൈഡ് എഫക്റ്റിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങൾ വേണം? സേഫ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, റിവേഴ്സിബിൾ ആയിരിക്കണം, ചീപ്പ് ആയിരിക്കണം, ഫ്രീ ഫ്രം സൈഡ് എഫക്ട്സ്. സൈഡ് എഫക്റ്റിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. അടുത്തയാണോ? സെറ്റാണോ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതും SI ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതും ഏത് തന്നെയാണ്? ഈ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് തന്നെയാണ് നമുക്ക് SI ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പം 3 ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തെയാണ് നാച്ചുറൽ മെത്തേഡ്. എന്താണ്? നാച്ചുറൽ മെത്തേഡ്. രണ്ടാമത്തെ കണ്ടോ, ടെമ്പററി മെത്തേഡ്, അല്ലെങ്കിൽ അതിനെ സ്പേസിംഗ് മെത്തേഡ് എന്ന് വിളിക്കും. രണ്ടാമത്തെ എന്തുവാ? ടെമ്പററി മെത്തേഡ്, അല്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കും? സ്പേസിംഗ് മെത്തേഡ് എന്ന് വിളിക്കും. മൂന്നാമത്തെയാണ് പെർമനന്റ് മെത്തേഡ്. പെർമനന്റ് മെത്തേഡ്. അപ്പം എത്ര ടൈപ്പ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്? 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? നാച്ചുറൽ മെത്തേഡ്, ടെമ്പററി മെത്തേഡ്, പെർമനന്റ് മെത്തേഡ്. ഇതിന്റെ ഒരു പിക്ചറും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ്ഡ് അപ്പ്, നാച്ചുറലും ടെമ്പററിയും പെർമനന്റും എല്ലാം കൂടെ കാണിച്ചേക്കുന്ന ഒരിതാണ് എന്ത്? ഇപ്പുറത്ത് കാണിച്ചേക്കുന്ന പടങ്ങൾ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം.
ഒന്നാമത്തെയാണ് നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ നാച്ചുറൽ മെത്തേഡ്. നാച്ചുറൽ മെത്തേഡിനകത്ത് 3 എണ്ണമാണ് വരുന്നത്. ഒന്നാമത്തെയാണ് കോയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെങ്കിൽ വിത്ഡ്രോവൽ എന്ന് വിളിക്കും. കോയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെങ്കിൽ എന്ത് വിളിക്കും? വിത്ഡ്രോവൽ എന്ന് വിളിക്കും. രണ്ടാമത്തെയാണ് ലാക്ടേഷണൽ അമിനേറിയ എന്ന് വിളിക്കും. രണ്ടാമത്തിന് എന്ത് വിളിക്കും? ലാക്ടേഷണൽ അമിനോറിയ എന്ന് വിളിക്കും. മൂന്നാമത്തെയാണ് കലണ്ടർ മെത്തേഡ് അല്ലെങ്കിൽ റിതം മെത്തേഡ് എന്ന് വിളിക്കും. എന്തോ നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ്സിനകത്ത് എത്ര മെത്തേഡ്സ് ഉണ്ട്? 3 മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡാണ് കോയിറ്റസ് ഇന്ററപ്റ്റസ്, രണ്ടാമത്തെയാണ് ലാക്ടേഷണൽ അമിനേറിയ, മൂന്നാമത്തെയാണ് കലണ്ടർ മെത്തേഡ് അല്ലെങ്കിൽ റിതം മെത്തേഡ്. കോയിറ്റസ് ഇന്ററപ്റ്റസിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? വിത്ഡ്രോവൽ. എന്താണ് വിത്ഡ്രോവൽ? ഓരോന്നും എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെയാണ് കോയിറ്റസ് ഇന്ററപ്റ്റസ്. Coitus interruptus or withdrawal is an ancient method of contraception. The male withdraws just before ejaculation and thereby prevents deposition of semen in the vagina. ഇതെന്ന് വെച്ചാൽ എന്താണ്? ഈ നാച്ചുറൽ ഈ കോയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെങ്കിൽ വിഡ്രോവൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏൻഷ്യന്റ് ടൈപ്പ് ഓഫ് മെത്തേഡാണ്. പണ്ട് മുതലേ ഉള്ള ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെയിൽ വിത്ഡ്രോസ് ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ. ഇജാക്കുലേഷന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യും? മെയിൽ എന്ത് ചെയ്യും? അവന്റെ പെനീസ് എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും. ദെയർ ബൈ പ്രിവെന്റ്സ് ഡിപ്പോസിഷൻ ഓഫ് ദ സെമൻ ഇൻ ദ വജൈന. ഇത് എന്ത് പ്രിവെന്റ് ചെയ്യും? സെമൻ വജൈനയിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. അപ്പം കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ സമയത്ത് എന്ത് ചെയ്യും? മെയിൽ എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും. ഇത് എന്ത് പ്രിവെന്റ് ചെയ്യും? വജൈനയിലുള്ള സെമന്റെ ഡെപ്പോസിഷൻ പ്രിവെന്റ് ചെയ്യും. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇത് എപ്പോഴും എഫക്റ്റീവ് ആയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ 25% ആണ്. 25% ആണ് എന്തിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറയുന്നത്? ഈ കോയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെങ്കിൽ വിഡ്രോവൽ മെത്തേഡിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 25% ആണ്. അപ്പൊ മനസ്സിലായോ? കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? കോയിറ്റസ് ഇന്ററപ്റ്റസിന്റെ മറ്റൊരു പേരെന്തുവാണ്? വിഡ്രോവൽ എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്? മെയിൽ വിഡ്രോസ് ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ. ഇജാക്കുലേഷന് തൊട്ട് മുന്നേ എന്ത് ചെയ്യും? മെയിൽ വിഡ്രോ ചെയ്യും. അത് എന്ത് പ്രിവെന്റ് ചെയ്യും? വജൈനയിലുള്ള സെമന്റെ ഡെപ്പോസിഷൻ പ്രിവെന്റ് ചെയ്യും. ഇതിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25% ഇതിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറയുന്നത്. നോക്കിയാലോ അടുത്തേ. രണ്ടാമത്തെയാണ് റിതം മെത്തേഡ്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ അതും ഒരു ഏൻഷ്യന്റ് ടൈപ്പ് ഓഫ് മെത്തേഡാണ്. ഈ റിതം മെത്തേഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1 വീക്ക് ബിഫോർ ആൻഡ് 1 വീക്ക് ആഫ്റ്റർ മെൻസസ് ഈസ് കൺസിഡർഡ് ടു ബി സേഫ് പീരീഡ്. അതായത് ഒരു വുമൺ മെൻസ്ട്രേഷൻ സമയത്ത് ആ മെൻസ്ട്രേഷൻ കഴിഞ്ഞുള്ള ഫസ്റ്റ് വീക്കും മെൻസ്ട്രേഷൻ തൊട്ട് മുമ്പുള്ള ഫസ്റ്റ് വീക്കും സേഫ് പീരീഡ് ആണെന്നാണ് കണക്കാക്കുന്നത്. അതായത് ഈ ഒരു പീരീഡില് വിമൺ എന്ത് ചെയ്യത്തില്ല? ഓവുലേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് അവിടെ എന്ത് നടക്കത്തില്ല? ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല. ആ സമയത്ത് എന്ത് ചെയ്യത്തില്ല? ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈം പീരീഡിനെ സേഫ് പീരീഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതാണ് നമ്മുടെ പിക്ചറിലുണ്ട്, കണ്ടോ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെൻസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞുള്ള ഫസ്റ്റ് 7 ഡേയ്സും മെൻസ്ട്രേഷന് തൊട്ട് മുമ്പുള്ള ലാസ്റ്റ് 7 ഡേയ്സുമാണ് എന്തെന്ന് പറയുന്നത്? സേഫ് പീരീഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു 14th ഡേ ആയിരിക്കും ഏകദേശം എന്തെന്ന് പറയുന്നത്? ഒരു ഓവുലേഷൻ പീരീഡ് എന്ന്, അല്ലെങ്കിൽ ഒരു 10 to 17 ഡേയ്സിന്റെ ഇടയ്ക്കായിരിക്കും. ഇപ്പം ഇറഗുലർ പീരീഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? 10 to 17 ഡേയ്സ് ഒക്കെ ആയിരിക്കും എന്ത് ഓവുലേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലായിട്ടുള്ള ഒരു ടൈമാണ്. അപ്പം സേഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 വീക്ക് ആഫ്റ്റർ ആൻഡ് 1 വീക്ക് ബിഫോർ മെൻസസ് ഈസ് കൺസിഡർഡ് ടു ബി എന്താണ്? സേഫ് പീരീഡ്. ഡ്യൂറിംഗ് ദിസ് പീരീഡ് എ വുമൺ ഈസ് നോട്ട് ഫെർട്ടൈൽ ബിക്കോസ് ഷീ കനോട്ട് ഓവുലേറ്റ്. ഈ സമയത്ത് എന്ത് ചെയ്യത്തില്ല? ഈ സമയത്ത് വിമൺ എന്ത് ചെയ്യത്തില്ല? ഓവുലേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? ഫെർട്ടിലൈസ് ആവത്തില്ല. എന്ത് ചെയ്യത്തില്ല? ഉണ്ടാവത്തില്ല. ഇതിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ 24%. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറഗുലർ പീരീഡ്സ് കാരണം എന്ത് ചെയ്യും? ഈ ഓവുലേഷന്റെ ഡേ എന്ന് പറഞ്ഞാൽ വേരി ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും? വേരി ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര പെർസെന്റേജ് ആണ്? 24% ആണ്. ഇതിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ്? 24%. മനസ്സിലായോ? 2 എണ്ണം നമ്മൾ നോക്കി. കോയിറ്റസ് ഇന്ററപ്റ്റസ്, റിതം മെത്തേഡ്. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന പോലെ അങ്ങ് എഴുതി അങ്ങ് വെച്ചാൽ മതി പരീക്ഷയ്ക്ക്. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ടോപ്പിക്കാണ്. അടുത്തയാണ് ലാക്ടേഷണൽ അമിനേറിയ. അടുത്ത മൂന്നാമത്തെ സാധനം എന്താണ്? ലാക്ടേഷണൽ അമിനേറിയ. ലാക്ടേഷണൽ അമിനേറിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഈ ഇന്റൻസ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് ഈ വുമൺ എന്ത് ചെയ്യത്തില്ലെന്നറിയാവോ? ഓവുലേറ്റ് ചെയ്യത്തില്ല.
അതായത് ഇപ്പൊ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് മന്തിന്റെ പ്രത്യേകത, ഫസ്റ്റ് 6 മന്തിന്റെ പ്രത്യേകത എന്താണ്? എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള ടൈമാണ്. ആ സമയത്ത് എന്തുണ്ടാവില്ല? ഓവുലേഷൻ ഉണ്ടാവില്ല. ആ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് സമയത്ത് എന്തുണ്ടാവത്തില്ല? ഓവുലേഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഹാസ് എ നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് എഫക്റ്റ്. ബ്രസ്റ്റ് ഫീഡിംഗ് എന്തുണ്ട്? ഒരു നാച്ചുറൽ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് എഫക്റ്റ് ഉണ്ട്. ഇൻ മെനി സൊസൈറ്റീസ് ഇറ്റ് ഈസ് എ മെയിൻ ഫാക്ടർ റെഗുലേറ്റിംഗ് ദ ഫെർട്ടിലിറ്റി. മിക്ക സൊസൈറ്റീസിലും, മിക്ക രാജ്യങ്ങളിലും, അല്ലെ മിക്ക സ്ഥലങ്ങളിലും എന്താണ്? ഇതാണ് ഒരു മെയിൻ റീസൺ. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഫെർട്ടിലിറ്റി റെഗുലേറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണ്? ഈ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ടൈമാണ്. ദ മദർ ഷുഡ് ബി എൻകറേജ്ഡ് ടു ബ്രസ്റ്റ് ഫീഡ് ദെയർ ബേബീസ് ഫോർ മോർ ദാൻ 1 ഇയർ. എന്ത് ചെയ്യും? മിക്ക സൊസൈറ്റിയിലും മദറിനെ എന്ത് ചെയ്യും? എൻകറേജ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? മോർ ദാൻ 1 ഇയറിലേക്ക് കുട്ടികൾക്ക് എന്ത് കൊടുക്കാൻ, ചൈൽഡിന് എന്ത് കൊടുക്കാൻ? ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യും. ദിസ് വിൽ ഹെൽപ്പ് ഇൻ ദ സ്പേസിംഗ് ദിസ് വിൽ ഹെൽപ്പ് ഇൻ സ്പേസിംഗ് ദ ബർത്ത് ഓഫ് ദെയർ ചിൽഡ്രൻ മോർ വൈഡ്ലി. ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഒരു സ്പേസിംഗ് മെത്തേഡായിട്ട് ഇതിന് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. അതായത് ഈ 1 ഇയർ എക്സ്ക്ലൂസീവ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യത്തില്ല? ഈ വുമൺ എന്ത് ചെയ്യത്തില്ല? ഓവുലേറ്റ് ചെയ്യത്തില്ല. ആ സമയം ഒരു കോൺട്രാസെപ്റ്റീവ് എഫക്റ്റ് കിട്ടും. അപ്പം അവിടെ ഒരു സ്പേസിംഗ് മെത്തേഡായിട്ട് എന്താ ആക്ട് ചെയ്യും? ഈ ലാക്ടേഷണൽ അമിനേറിയ ആക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ലാക്ടേഷണൽ അമിനേറിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇന്റൻസ് ബ്രസ്റ്റ് ഫീഡിംഗ് അല്ല എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് സമയത്ത്, അല്ലെങ്കിൽ ഇന്റൻസ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടത്തില്ല? എന്ത് വരത്തില്ല? ഓവുലേറ്റ് ചെയ്യത്തില്ല. എന്ത് ചെയ്യത്തില്ല? ഓവുലേറ്റ് ചെയ്യത്തില്ല. അപ്പൊ ആ ടൈം എന്ത് ആയിരിക്കത്തില്ല? ഫെർട്ടൈൽ പീരീഡ് ആയിരിക്കത്തില്ല. അപ്പൊ അത് മിക്ക സൊസൈറ്റിയിലും എന്തായിട്ട് ആക്ട് ചെയ്യാറുണ്ട്? ഒരു നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് ആക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പേസിംഗ് മെത്തേഡായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ ആണോ? സെറ്റാണോ? പറയട്ടെ, അടുത്ത പറയട്ടെ മകളെ. ഇപ്പൊ നമ്മള് എന്ത് കഴിഞ്ഞു? നമ്മളെ നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് കഴിഞ്ഞു. നമ്മൾ എന്ത് കഴിഞ്ഞു? നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് കഴിഞ്ഞു. ഏതൊക്കെയാ പഠിച്ചേ? കോയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെങ്കിൽ വിഡ്രോവൽ മെത്തേഡ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. പിന്നെ ലാക്ടേഷൻ അമിനേറി എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. പിന്നെന്താ പഠിച്ചത്? നമ്മൾ റിതം മെത്തേഡ് അല്ലെങ്കിൽ കലണ്ടർ മെത്തേഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് പഠിക്കേണ്ടത് അടുത്ത ടൈപ്പ് ഓഫ് മെത്തേഡാണ് സ്പേസിംഗ് മെത്തേഡ്, അല്ലെങ്കിൽ മറ്റൊരു പേര് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ടെമ്പററി മെത്തേഡ്, അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേരിൽ എന്ത് വിളിക്കാം? സ്പേസിംഗ് മെത്തേഡ് എന്ന് വിളിക്കാം. അപ്പം അതെന്താണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സ്പേസിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ടെമ്പററി മെത്തേഡ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിയാലോ സ്പേസിംഗ് മെത്തേഡ്സ്. അപ്പൊ അതിന്റെ കുറച്ച് പടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്പേസിംഗ് മെത്തേഡ്സിന്റെ. അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്നോരോന്ന് എന്താണെന്ന് നോക്കാം. അതിൽ തന്നെ ഒന്നാമത്തെ മെത്തേഡാണ് കോണ്ടം എന്ന് പറയുന്നത്. സ്പേസിംഗ് മെത്തേഡ്സിലെ ഒന്നാമത്തെ സാധനമാണ് ഏത്? കോണ്ടം എന്ന് പറയുന്നത്. കോണ്ടം എന്ന് പറയുന്നത് എന്താണ്? കോണ്ടം ഈസ് എ തിൻ റബ്ബർ ഷീറ്റ് യൂസ്ഡ് ബൈ മെൻ ഡ്യൂറിങ് സെക്സ് സമയത്ത് മെൻ യൂസ് ചെയ്യുന്ന ഒരു തിൻ റബ്ബർ ഷീറ്റാണ് എന്ത്? കോണ്ടം എന്ന് പറയുന്നത്. ഇപ്പം അത് ഫീമെയിൽസിനും അവൈലബിൾ ആണ്, ഫീമെയിൽ കോണ്ടവും അവൈലബിൾ ആണ്. എന്നാലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് മെൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡാണ്. എന്ന് പറയുന്നത് എന്താണ്? വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡാണ് ഇത് കോണ്ടോ എന്ന് പറയുന്നത്. ഇതിന് നമ്മുടെ കേരള അല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് നിരോധം എന്നാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിന് എന്താണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്? നിരോധം എന്നാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് എന്ത് ചെയ്യും? ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് പ്രിവെന്റ് ചെയ്യും? വജൈനിലേക്കുള്ള സെമന്റെ ഡെപ്പോസിഷൻ പ്രിവെന്റ് ചെയ്യും. ഇത് എന്ത് പ്രിവെന്റ് ചെയ്യും? വജൈനിലേക്കുള്ള സെമന്റെ ഡെപ്പോസിഷൻ പ്രിവെന്റ് ചെയ്യും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നതിലുപരി എന്തായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് അഗൻസ്റ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം എയ്ഡ്സ് പോലുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒക്കെ എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? ബോഡി ഫ്ലൂയിഡ്സ് വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. അങ്ങനെ ബോഡി ഫ്ലൂയിഡ്സ് വഴി സ്പ്രെഡ് ആവുമ്പോൾ ഈ ബോഡി ഫ്ലൂയിഡ്സ് തമ്മിൽ മിക്സ് ആവാതെ അല്ലെങ്കിൽ തമ്മിൽ കലരാതെ ആര് പ്രൊട്ടക്ട് ചെയ്യും? ഈ പറഞ്ഞ കോണ്ടം പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ കോണ്ടം എന്ന് പറയുന്നത് എന്താണ്? ഒരു തിൻ റബ്ബർ ഷീറ്റ് ആണ് യൂസ്ഡ് ബൈ മെൻ. എപ്പോഴാണ് യൂസ് ചെയ്യുന്ന? സെക്സ് ടൈമിൽ മെൻ യൂസ് ചെയ്യുന്ന ഒരു തിൻ റബ്ബർ ഷീറ്റ് ആണ് എന്ത് പറയുന്നത്? കോണ്ടോ എന്ന് പറയുന്നത്. ഇത് എവിടെ എന്ത് അവൈലബിൾ ആണ്? ഫീമെയിൽ കോണ്ടംസും അവൈലബിൾ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആരാണ്? മെൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഓൾഡസ്റ്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡാണ്. ഇത് പണ്ട് പുരാതനമായി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത്. ഏതെന്ന് പറയുന്നത്? കോണ്ടോ എന്ന് പറയുന്നത്. അതുപോലെ കോണ്ടം പ്രിവെന്റ്സ് ഡെപ്പോസിഷൻ ഓഫ് സെമൻ ഇൻ ദ വജൈന. കോണ്ടം ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. കോണ്ടം പ്രിവെന്റ്സ് ഡെപ്പോസിഷൻ ഓഫ് സെമൻ ഇൻ ദ വജൈന. വജൈനയിലേക്കുള്ള സെമന്റെ ഡെപ്പോസിഷൻ ആര് പ്രിവെന്റ് ചെയ്യും? കോണ്ടം പ്രിവെന്റ് ചെയ്യും. ഇറ്റ് പ്രൊവൈഡ്സ് റിലയബിൾ പ്രൊട്ടക്ഷൻ നോട്ട് ഓൺലി അഗൻസ്റ്റ് പ്രഗ്നൻസിയിൽ മാത്രമല്ല എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്ഷൻ കിട്ടുന്നത്, ബട്ട് ആൾസോ അഗൻസ്റ്റ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൽ നിന്നും എന്ത് പ്രൊട്ടക്ഷൻ കിട്ടും? ഇത് പ്രൊട്ടക്ട് ചെയ്യും. ഇനി ഇത് റീയൂസ് ചെയ്യാൻ പാടില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എന്ത്? ഇത് റീയൂസ് ചെയ്യാൻ പാടില്ല.
ഇപ്പം മെയിൽ കോണ്ടം ഉണ്ട്, ഫീമെയിൽ കോണ്ടം ഉണ്ട്. അതിന്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. നോക്കാറുണ്ട്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജസ്, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിലി അവൈലബിൾ ആണ്. ഇത് ഈസിലി അവൈലബിൾ ആണ് ത്രൂ വെറൈറ്റി ഓഫ് കൊമേഴ്ഷ്യൽ ഔട്ട്ലെറ്റ്സ്. ഇത് കൊമേഴ്ഷ്യൽ ഔട്ട്ലെറ്റ്സ് വഴി ഈസിലി അവൈലബിൾ ആണ്. അതുപോലെ ഫ്രീ ആയിട്ട് നമ്മുടെ ഫാമിലി വെൽഫെയർ സെന്ററിൽ, FHCയിൽ, അതുപോലെ കസാക്സിന്റെ സെന്ററുകളിൽ, അങ്ങനെയുള്ള അതുപോലെ ഈ എയ്ഡ്സിന്റെ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന സെന്ററുകളുണ്ടല്ലോ, അവിടെ എല്ലാം എന്തായിട്ട് ഇത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതേപോലെ ഈസി ടു യൂസ് ആണ്. ഇത് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. പ്രൊട്ടക്ട്സ് ഫ്രം അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. അൺവാണ്ടഡ് പ്രഗ്നൻസീസ് എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും. അതായത് ഇത് എഫക്റ്റീവ് ആണ്. അതേപോലെ പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് STDs ആൻഡ് എയ്ഡ്സ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ നിന്നും എയ്ഡ്സിൽ നിന്നൊക്കെ എന്ത് പ്രൊട്ടക്ഷൻ തരും? കോണ്ടം പ്രൊട്ടക്ഷൻ തരും. അതുപോലെ നോ സൈഡ് എഫക്ട്സ്. ഇതിനെന്ത് ഇല്ല? സൈഡ് എഫക്റ്റുകൾ ഇല്ല. ഇതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റുകളൊന്നുമില്ല. റിക്വേഴ്സ് നോ മെഡിക്കൽ സൂപ്പർവിഷൻ. ഇത് മെഡിക്കൽ സൂപ്പർവിഷന്റെ ആവശ്യമൊന്നും ഇല്ല. നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഈസിലി അവൈലബിൾ ത്രൂ വെറൈറ്റി ഓഫ് കൊമേഴ്ഷ്യൽ ഔട്ട്ലെറ്റ്സ്. ഇത് ഈസിലി അവൈലബിൾ ആണ്, ഈസി ടു യൂസ് ആണ്. അതേപോലെ പ്രൊട്ടക്ട്സ് ഫ്രം അൺവാണ്ടഡ് പ്രഗ്നൻസീസ്, പ്രൊട്ടക്ട്സ് അഗൈൻസ്റ്റ് STDs ആൻഡ് എയ്ഡ്സ്, നോ സൈഡ് എഫക്ട്. അതുപോലെ റിക്വയർസ് നോ മെഡിക്കൽ സൂപ്പർവിഷൻ. പ്രത്യേകിച്ച് മെഡിക്കൽ സൂപ്പർവിഷന്റെ ഒന്നും എന്തില്ല, ആവശ്യം ഇല്ല. ഇനി ഡിസഡ്വാൻറ്റേജ് നോക്കിയേ. മേ റെഡ്യൂസ് സെക്ഷൽ പ്ലഷർ. എന്ത് കുറയ്ക്കാൻ? ചിലപ്പോൾ കുറയ്ക്കും. സെക്ഷൽ പ്ലഷർ ചിലപ്പം കുറയ്ക്കും. അതേപോലെ എ ന്യൂ കോണ്ടം മസ്റ്റ് ബി യൂസ് ഈച്ച് ടൈപ്പ്. ഓരോ തവണയും എന്ത് ചെയ്യണം? പുതിയൊരു കോണ്ടം യൂസ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞത് റീയൂസ് ചെയ്യാൻ പാടില്ല. പാടില്ല? റീയൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ ഓരോ തവണ എന്ത് ചെയ്യണം? ഓരോ കോണ്ടം യൂസ് ചെയ്യണം. അത് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്ത, മേ സ്ലിപ്പ് ഓഫ് ഓർ ടിയർ ഇഫ് ഇൻസ്ട്രക്ഷൻസ് ആർ നോട്ട് ഫോളോഡ് കെയർഫുള്ളി. ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി ഫോളോ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇത് സ്ലിപ്പ് ഓഫ് ആവുകയും തെന്നിപ്പോവാനോ അതുപോലെ കീറിപ്പോവാനോ സാധ്യതയുണ്ട്. പക്ഷെ ഇത് വളരെ റെയറായിട്ടാണ് സംഭവിക്കുന്നത്. ഇതിന്റെ ഫെയിലുവർ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14% ഇതിന്റെ ഫെയിലുവർ റേറ്റ് എന്ന് പറയുന്നത്. ഈ കോണ്ടത്തിന്റെ ഫെയിലുവർ റേറ്റ് എത്രയാണ്? 14%. ഫെയിലുവർ റേറ്റ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ, നമുക്ക് എസ് എഴുതുമ്പോൾ അതൊക്കെ യൂസ്ഫുൾ. അതുപോലെ ഈ ഹെഡിങ്ങുകളൊന്നും മിസ് ആവരുത്. അപ്പം നമ്മൾ ഈ പഠിച്ച ഓരോ മെത്തേഡ്സിന്റെയും ഹെഡിങ്ങുകളൊന്നും മിസ് ആവരുത്. ഈ ഹെഡിങ്ങളായി കൃത്യമായി എഴുതി കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് വീഴും. അപ്പം അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എഴുതാൻ ശ്രദ്ധിക്കുക എല്ലാത്തിന്റെ. അപ്പം കോണ്ടം എന്താണ് മനസ്സിലായാലും. കോണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തിൻ റബ്ബർ ഷീറ്റാണ് യൂസ്ഡ് ബൈ മെൻ ഡ്യൂറിങ് സെക്സ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ആണ്. പിന്നെന്താണ്? ഇത് വൈജനിലേക്കുള്ള സെമന്റെ ഡെപ്പോസിഷൻ പ്രിവെന്റ് ചെയ്യും. അതുപോലെ ഒരു റിലയബിൾ പ്രൊട്ടക്ഷൻ കിട്ടും. എന്തിൽ നിന്ന്? പ്രഗ്നൻസിയിൽ നിന്ന് മാത്രമല്ല, അത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെതിരെ ഒരു പ്രൊട്ടക്ഷൻ ആര് തരും? കോണ്ടം തരും. പിന്നെ കോണ്ടം ഷുഡ് നോട്ട് ബി റീയൂസ്ഡ്. കോണ്ടം എന്ത് ചെയ്യാൻ പാടില്ല? റീയൂസ് ചെയ്യാൻ പാടില്ല. ഫീമെയിൽ കോണ്ടംസ് ആർ ഓൾസോ അവൈലബിൾ. ഇപ്പോൾ എന്തും അവൈലബിൾ ആണ്? ഫീമെയിൽ കോണ്ടംസും അവൈലബിൾ ആണ്. അതിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഫീമെയിൽ കോണ്ടം, മെയിൽ കോണ്ടം ഉണ്ടോ? ഇനി അടുത്ത അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ പറഞ്ഞു. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയായിരുന്നു? ഈസിലി അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് കിട്ടും, ഈസി ടു യൂസ് ആണ്, പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് STDs ആൻഡ് എയ്ഡ്സ്. പിന്നെ എന്താണ്? നോ സൈഡ് എഫക്ട്, റിക്വസ്റ്റ് നോ മെഡിക്കൽ സൂപ്പർവിഷൻ. പ്രത്യേകിച്ച് മെഡിക്കൽ സൂപ്പർവിഷന്റെ ഒന്നും ആവശ്യം ഇല്ല. ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയായിരുന്നു? സെക്ഷൽ പ്ലഷർ റെഡ്യൂസ് ചെയ്യും. അതുപോലെ ഓരോ തവണയും ഓരോരോ കോണ്ടം യൂസ് ചെയ്യണം. പിന്നെ സ്ലിപ്പ് ഓഫ് അല്ലെങ്കിൽ ടിയർ ആവാൻ സാധ്യതയുണ്ട്. ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ. അതിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14%. ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14%. ഓക്കെ ആണോ? ഇതിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14%. ഫെയിലിയർ റേറ്റ് 14%. ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോവാം. അടുത്താണ് വജൈനൽ ഡയഫ്രം എന്ന് പറയുന്നത്. വജൈനൽ ഡയഫ്രം എന്ന് പറയുന്നത് സോഫ്റ്റ് റബ്ബർ ഡോം ആണ് വിത്ത് എ കോയിൽഡ് സ്പ്രിംഗ് റിം. ഇതിന് ചുറ്റും കോയിൽഡ് സ്പ്രിംഗ് റിം ഉണ്ട്. അതുപോലെ ഒരു എന്താ പറയുക, സോഫ്റ്റ് റബ്ബർ ഡോം ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ദാറ്റ് എ വുമൻ ഈസ് ടു ബി ഫിറ്റഡ് വിത്ത് ഡയഫ്രം ഓഫ് കറക്റ്റ് സൈസ്. ഈ ഡയഫ്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? കറക്റ്റ് സൈസിലുള്ള ഡയഫ്രം ഫിറ്റ് ചെയ്താൽ മാത്രമേ എഫക്റ്റീവ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫിറ്റ് ചെയ്ത് വുമൺസിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. വജൈനൽ ഡയഫ്രം എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആര് യൂസ് ചെയ്യുന്നതാണ്. ഫീമെയിൽസ് യൂസ് ചെയ്യുന്ന ഒരു തരം കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആണ് എന്ന് പറയുന്നത് വജൈനൽ ഡയഫ്രം എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് റബ്ബർ ഡൂമാണ് വിത്ത് എ കോയിൽഡ് സ്പ്രിംഗ് റിം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ കറക്റ്റ് സൈസിനുള്ള ഇത് യൂസ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ എന്ത് വിധത്തില്ല, എഫക്റ്റീവ് ആവത്തില്ല. അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ നോർമലി മോസ്റ്റ് കേസിൽ 70 to 80 mm ആയിരിക്കും. എന്തിന്റെ കേസ് എന്ന് പറയുന്നത് വജൈനൽ ഡയഫ്രത്തിന്റെ നോർമൽ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും
ഓൾമോസ്റ്റ് ഉള്ള കേസിൽ മോസ്റ്റ് കേസിലുള്ള സൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 70 to 80 mm ആയിരിക്കും. ദ ഡയഫ്രം ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ വജൈന പ്രയർ ടു ദ സെക്ഷൽ ഇന്റർകോഴ്സ്. സെക്ഷൽ ഇന്റർകോഴ്സിന് മുമ്പേ എന്ത് ചെയ്യും, ഈ വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കും എന്ത്, ഈ ഡയഫ്രം എന്ന് പറയുന്നത്. വേർ ഇറ്റ് കവേഴ്സ് ദ സർവീക്സ് കംപ്ലീറ്റ്ലി. ഇത് എന്ത് ചെയ്യും, സർവീക്സിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. ആൻഡ് ഇറ്റ് പ്രിവെന്റ്സ് ദ സ്പെർമാറ്റോസോവ ഫ്രം എൻ്ററിംഗ് ദ യൂട്രസ്. ഇത് എന്ത് പ്രിവെന്റ് ചെയ്യും, യൂട്രസിലേക്കുള്ള സ്പേമിന്റെ എൻട്രൻസ് പ്രിവെന്റ് ചെയ്യും. ഇത് എന്ത് ചെയ്യും, ഇത് വജൈനയിലേക്ക് ഡീപ്പായിട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കും. വെച്ചിട്ട് എന്ത് ചെയ്യിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇത് സർവീക്സിനെ മൊത്തത്തിൽ എന്ത് ചെയ്യും, കവർ ചെയ്യും. സർവീക്സിനെ മൊത്തത്തിൽ കവർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ സ്പെർമാറ്റോസോവ എങ്ങോട്ടേക്കുള്ള എൻ്റർ ചെയ്യുന്നത്, യൂട്രസിലേക്ക് എൻ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. ആര് പ്രിവെന്റ് ചെയ്യും, വജൈനൽ ഡയഫ്രം പ്രിവെന്റ് ചെയ്യും. ഇതിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ 12%. ഇപ്പൊ കോണ്ടത്തിന്റെ എത്രയായിരുന്നു, 14%. ഹോയിറ്റസ് ഇന്ററപ്റ്റസിന്റെ എത്രയായിരുന്നു, 25%. പ്രഥമ ബദലിന്റെയോ 24%. ഓർത്ത് വെച്ചോണേ. അപ്പൊ വജൈനൽ ഡയഫ്രം എന്താന്ന് മനസ്സിലായല്ലോ. അതിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12%. 12%. അപ്പൊ നമുക്ക് അടുത്തയിലോട്ട് പോയാലോ. അടുത്ത അതിന്റെ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും ആണ് പറയാൻ പോകുന്നത്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അതൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, ഡു നോട്ട് ഇന്റർഫിയർ ഇൻ സെക്ഷൽ ഇന്റർകോഴ്സ്. ഇത് സെക്ഷൽ ഇന്റർകോഴ്സിൽ എന്ത് ചെയ്യത്തില്ല, ഇടപെടാറില്ല, ഇന്റർഫിയർ ചെയ്യാറില്ല. അതല്ല കംപ്ലീറ്റ്ലി കമ്പാരിറ്റീവ്ലി ചീപ്പ് ആൻഡ് ഇഫ് പ്രോപ്പർലി യൂസ് ക്വൈറ്റ് എഫക്റ്റീവ്. ഇത് കമ്പാരിറ്റീവ്ലി ചീപ്പുമാണ്, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ ക്വൈറ്റ് എഫക്റ്റീവും ആണ്. ഇനി ഡിസഡ്വാൻറ്റേജ് നോക്കിയേ, ഡോക്ടർ ഓർ നഴ്സ് ഈസ് റിക്വയർഡ് ടു ഡിറ്റർമൈൻ ദ പ്രോപ്പർ സൈസ് ആൻഡ് ഫിറ്റ് ഇറ്റ് ഇനിഷ്യലി. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞത് പ്രോപ്പർ സൈസിലുള്ള യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഇത് എഫക്റ്റീവ് ആവത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറിന്റെയോ ഒരു നഴ്സിന്റെയോ ആവശ്യകത ഉണ്ട്. കാരണം ഇത് പ്രോപ്പറായിട്ട് സൈസ് മെഷർ ചെയ്യാനും അതേപോലെ ഇത് ആദ്യമായിട്ട് ഫിറ്റ് ചെയ്യാനും എന്ത് ചെയ്യാൻ ഒരു ഡോക്ടറിന്റെ അല്ലെങ്കിൽ നഴ്സിന്റെ സഹായം ആവശ്യമാണ്. അടുത്ത, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എഡ്യൂക്കേറ്റ് ദ ഇല്ലറ്ററേറ്റ് വുമൺ ടു യൂസ് ദ ഡയഫ്രം. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വുമണിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഡയഫ്രം എങ്ങനെ യൂസ് ചെയ്യണം എന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് വളരെ വളരെ ഡിഫിക്കൽട്ട് ആണ്. ഇനി അടുത്ത, നോട്ട് ക്വൈറ്റ് സ്യൂട്ടബിൾ ഫോർ ഇഫ് ദ വജൈനൽ മസിൽ ഡു നോട്ട് ഹാവ് ഇനഫ് ടോൺ. വജൈനൽ മസിൽസിന് ഇത് ഇനഫ് ടോൺ ഇല്ലെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യത്തില്ല, വർക്ക് ആവത്തില്ല, അല്ലെങ്കിൽ സ്യൂട്ട് ആവത്തില്ല. മനസ്സിലായതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് മനസ്സിലായ. അഡ്വാൻറ്റേജ് എന്താണ്, ഡെസ്റ്റോട്ട് ഇന്റർഫിയർ സെക്സ് ഇന്റർസെക്സ് ഇന്റർഫിയർ ചെയ്യത്തില്ല, അതുപോലെ ചീപ്പ് ആയിരിക്കും, ക്വൈറ്റ് എഫക്റ്റീവ് ആയിരിക്കും പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഡിസഡ്വാൻറ്റേജോ, ഒരു ഡോക്ടറിന്റെ നഴ്സിന്റെ സഹായം ആവശ്യമാണ്. എന്തിന്, ഫസ്റ്റ് ഇതിന്റെ പ്രോപ്പർ സൈസ് മെഷർ ചെയ്യാനും അതുപോലെ ഇനിഷ്യലി ഇത് ഫിറ്റ് ചെയ്യാനും എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഡോക്ടറിന്റെ ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എഡ്യൂക്കേറ്റ് ഇല്ലിറ്ററേറ്റ് വുമൺ ടു യൂസ് ദ ഡയഫ്രം യൂസ് ചെയ്യാനായിട്ട് ഇല്ലിറ്ററേറ്റ് വുമണിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ ഈ വജൈനൽ മസിൽസിന് ഇനഫ് ടോൺ ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അടുത്തതിലോട്ട് പോയാലോ. അടുത്തയാണ് മക്കളെ ഫോം ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡാണ്, കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ഇത്, ഫോം ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ വജൈനൽ ടാബ്ലറ്റ്സ് കണ്ടെയ്നിങ് സ്പെർമിസൈഡൽ ഏജന്റ് നോനോക്സിനോൾ 9. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് വജൈനൽ ടാബ്ലറ്റ്സ് ആണ്. ഇതിനകത്ത് എന്തുണ്ട്, സ്പെർമിസൈഡൽ ഏജന്റ് ഉണ്ട്. നോനോക്സിനോൾ 9 എന്ന് പറയുന്ന സ്പെർമിസൈഡൽ ഏജന്റ് ഉണ്ട്. എന്താണ് ഈ സ്പെർമിസൈഡൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ, സ്പെർമിനെ കില്ല് ചെയ്യുന്ന ഏജന്റിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിസൈഡൽ ഏജന്റ്. സ്പെർം കില്ലിംഗ് ഏജന്റ്. അപ്പം ഇതെന്ത് ചെയ്യും, സ്പേം സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യും. ഡിസ്ട്രോയ് ചെയ്യും. അങ്ങനെ സ്പേം സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന സ്പെർമിസൈഡൽ ഏജന്റ് നോനോക്സിനോൾ 9. പഠിച്ചു വെച്ചോണേ, നോനോക്സിനോൾ 9 എന്താണ് സ്പെർമിസൈഡൽ ഏജന്റ്. ഒരു എക്സാമ്പിൾ ഏതാ, നോനോക്സിനോൾ 9. എന്തോ ഇവിടെ ഉണ്ട്, ഈ ഫോം ടാബ്ലറ്റ്സിനുണ്ട്. ഇതൊരു വജൈനൽ ടാബ്ലറ്റ്സ് ആണ്. ഇത് ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ ഓർ മോയ്സ്ചർ, വാട്ടറിലോ മോയ്സ്ചറിലോട്ടോ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഫോം ടാബ്ലറ്റ്സ് ജനറേറ്റ് എ തിക്ക് ഫോം. ഈ ഫോം ടാബ്ലറ്റ്സ് എന്ത് ചെയ്യും, ഒരു തിക്ക് ഫോം ജനറേറ്റ് ചെയ്യും. ടാബ്ലറ്റ് ഈസ് moistened with water and placed deep into the vagina near to the external opening of the cervix 5 to 10 minutes before sexual intercourse. സെക്ഷൽ ഇന്റർകോഴ്സിന് 5-10 മിനിറ്റ് മുമ്പ് എന്ത് ചെയ്യും, ഈ ഫോം ടാബ്ലറ്റ്സ് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട്, അതായത് വാട്ടറുമായിട്ട് മോയ്സ്റ്റൻ ചെയ്തിട്ട്, വാട്ടർ വെച്ച് മോയ്സ്റ്റൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, വജൈനയിൽ ഡീപ്പായിട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കും. എവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്, നിയർ ടു ദ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് ദ സർവിക്സ്. സർവിക്സിന്റെ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഈ സർവിക്സിന്റെ എക്സ്റ്റേണൽ ഓപ്പണിംഗിലേക്ക് ഡീപ്പായിട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കും. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്ത്, വാട്ടറുമായിട്ടുള്ള കോൺടാക്ട് വന്നുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും, ഒരു തിക്ക് ഫോം ജനറേറ്റ് ചെയ്യും. ദ ഫോം എൻവിഷൻസ് ദ സ്പേം ആൻഡ് റെഡ്യൂസസ് ഇറ്റ്സ് മൊബിലിറ്റി. ഈ ഫോം എന്ത് ചെയ്യും, സ്പേമിനെ കവർ ചെയ്തിട്ട് സ്പേമിന്റെ മൊബിലിറ്റി കുറയ്ക്കുകയും ചെയ്യും. അതേപോലെ സ്പേമിസൈഡൽ ഏജന്റ്, അതിനകത്തുള്ള സ്പേമിസൈഡൽ ഏജന്റ് ഉണ്ടല്ലോ, ഏതായിരുന്നു അതിന്റെ പേരെന്താണ്, നോനോക്സിനോൾ 9. ഇത് എന്തിനെ കില്ല് ചെയ്യും, സ്പേമിനെ കില്ല് ചെയ്യുകയും ചെയ്യും. Thus the action of the form tablets is both physical and chemical. അപ്പൊ ഇതിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ആണ്. എങ്ങനെയാണ്, ഈ ഫോം എന്ത് ചെയ്യും, ഇതിന്റെ മൊബിലിറ്റി കുറയ്ക്കും, അത് ഫിസിക്കൽ ആക്ഷൻ. സ്പേമിന്റെ മൊബിലിറ്റി കുറയ്ക്കും, അത് ഫിസിക്കൽ ആക്ഷൻ. പിന്നെ അതുപോലെ കെമിക്കൽ ആക്ഷൻ എന്താ, അതിനകത്തുള്ള ഈ സ്പേമിസൈഡൽ ഏജന്റ് എന്ത് ചെയ്യും, സ്പേമിനെ കില്ല് ചെയ്യും കൂടെ ചെയ്യും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ.
സെറ്റ് അല്ലേ? ഫോം ടാബ്ലറ്റ് സെറ്റ് അല്ലേ? അപ്പൊ ഇതുവരെ എന്തൊക്കെ നോക്കി നമ്മള് കോണ്ടോ എന്താണെന്ന് നോക്കി, അതുപോലെ വജൈനൽ ഡയഫ്രം എന്താണെന്ന് നോക്കി, പിന്നെന്താ നോക്കിയേ? ഫോം ടാബ്ലറ്റ്സ് എന്താണെന്ന് നോക്കി. ഇനി അടുത്തതാണ് അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഈസി ടു യൂസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ മോയിസ്റ്റൻ ചെയ്തിട്ട് ചെവിയിലേക്ക് ഡീപ്പായിട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പൊ അത് ഈസി ടു യൂസ് ആണ്. പിന്നെ ഗുഡ് ഫോർ എ വുമൺ ഹു ഹാവ് സെക്സ് ഓൺലി വൺസ് ഇൻ എ വൈൽ, അതായത് വല്ലപ്പോഴും മാത്രം വൺസ് ഇൻ എ വൈൽ സെക്സ് ചെയ്യുന്ന വുമൺ എന്ത് ചെയ്യും? വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് ഫോം ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ. അതുപോലെ യൂഷ്വലി നോ സൈഡ് എഫക്ട്സ്, ഇതിന് സാധാരണയായിട്ട് എന്തുണ്ടാവില്ല? സൈഡ് എഫക്ട്സ് ഉണ്ടാവാറില്ല. അതേപോലെ ഡു നോട്ട് ഇന്റർഫിയർ വിത്ത് സെക്സ്, ഇത് എന്തിനോട്ട് ഇന്റർഫിയർ ചെയ്യാറില്ല? സെക്ഷൽ ഇന്റർകോഴ്സിൽ ഇന്റർഫിയർ ചെയ്യാറില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജ് ഓക്കെ. ഒക്കേഷണൽ സൈഡ് എഫക്ട്സ് ഇൻക്ലൂഡിങ് ഇറിറ്റേഷൻ, ബേണിംഗ് ഇൻ ദ വജൈന ഒക്കെ ഉണ്ടാവാറുണ്ട്. അതായത് വല്ലപ്പോഴും എന്തുണ്ട് സൈഡ് എഫക്ട്സ് ലൈക്ക് എന്തൊക്കെ? ബേണിങ്ങോ ഇറിറ്റേഷനോ ഒക്കെ, വജൈനക്കകത്തുള്ള ബേണിംഗ് സെൻസേഷനോ ഇറിറ്റേഷനോ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആണ്? 20% ആണ്. ഇതിന്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 20% ആണ്. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഡിറ്റീരിയേറ്റ്സ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് ഇംപ്രോപ്പർ സ്റ്റോറേജ്, അതായത് ഇംപ്രോപ്പർ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈ ഫോം ടാബ്ലറ്റ്സ് നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചില്ല എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞത് മോയ്സ്ചറായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? തിക്ക് ഫോം ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ തിക്ക് ഫോം ആയിട്ട് മാറും. അപ്പൊ ഇത് വാട്ടർ നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും മോയ്സ്ചർ കൂടുതലുള്ള ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സ്ഥലത്തൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഇല്ലേ? അഡ്വാൻറ്റേജ് എന്നൊക്കെ ഈസി ടു യൂസ് ആണ്, വല്ലപ്പോഴും മാത്രം സെക്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഗുഡ് ആണ്, യൂഷ്വലി നോ സൈഡ് എഫക്ട്സ്, ഡിസ്റ്റോട്ട് ഇന്റർഫിയറൻസ് സെക്സ്. ഇനി ഡിസഡ്വാൻറ്റേജസോ ഒക്കേഷണലി സൈഡ് എഫക്ട്സ് ലൈക്ക് ഇറിറ്റേഷനോ ബേണിംഗ് ഇൻ ദ വജൈനൊക്കെ ഉണ്ടാവാറുണ്ട്. ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ 20%. ഇത് പ്രോപ്പർ സ്റ്റോർ ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്താണ് ക്രീംസ് ആൻഡ് ജെല്ലീസ്.